കുരുവട്ടൂരുകളിപ്പോൾ ഏതായാലും ഒരു ടീം വാടകയ്ക്ക് എടുത്തല്ലോ. വാടകയ്ക്ക് എടുത്താലും കുറച്ച് ദിവസമെങ്കിലും എന്ത് ചെയ്യുക, ആ ഏറായത്തെങ്കിലും പറ്റിപ്പിടിച്ച് കൂടാ എന്നിപ്പോൾ കുരുവട്ടൂരുകളും തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കുരുവട്ടൂരുകളോട് ചോദിക്കുകയാണ്. വേണമെങ്കിൽ വാടകയ്ക്ക് എടുത്ത ടീമും എന്ത് ചെയ്യുക, മറുപടി പറയാം. സുഹാബികളെ വലിയ നേതാവാണ് കുട്ടിയസൻ ദാരിമി. ഈ കുട്ടിയസൻ ദാരിമി ഉള്ളാളത്ത് വെച്ച് എന്താ പ്രസംഗിച്ച്, ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ അവിടുന്ന് ആട്ടി ഓടിച്ച കള്ളനായ വ്യാജനാണ് മീനങ്ങാടി സുലൈമാൻ. എല്ലാരും കേട്ടതാണല്ലോ. വേണേ ഒന്നുകൂടി കേട്ടു നോക്കി, നമ്മൾ കേൾപ്പിച്ചു തരാം. ആ മഹാനവരുടെ കാലത്ത് ആര് വലിയ, ആ വലിയ വലിയാണ് എന്ന് മഹാനവരുകളാ പറഞ്ഞത്. ആര് വലിയല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചെന്നു ശൈഖുനാ ശംസുൽ ഉലമയാണ്. വയനാട്ടിലൊരു ഔലിയ മഹാനായ കൽപ്പറ്റ സൂഫിയാജിന്റെ വീട്ടില് അവിടെ പ്രോഗ്രാമിന് ശംസുൽ ഉലമ ചെന്നപ്പോൾ അവിടെ സൂഫിയാജി പറഞ്ഞു, ഇവിടെ ഒരു ഔലിയ ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമില്. എത്ര ദിവസമായി വന്നിട്ട്? ഒരാഴ്ചയായി. അവൻ എങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സൂഫിയാജി വരക്കാൻ തുടങ്ങി. ഔലിയന് അവന്ന് വിളിക്കുക. ആരെ വിളിക്കുന്നത്? ശംസുൽ. മോനോട് ഇവിടെ വരാൻ പറയുന്നു. അവന് ശംസുലിമ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതുപ്പെട്ടിട്ട് ആ ഔലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലൈമാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയയാണ്. ശൈഖുനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലൈമാൻ വന്നപ്പോൾ ശൈഖുനാ ശംസുൽ ഉലമ ചോദിച്ചു, എന്താണ് ചോദ്യം? എടാ, നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? ഇവനാകെ വിറച്ച ശംസുൽ ഉലമയുടെ സിംഹഗർജനമാണ്. താടി വിറപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ സുലൈമാൻ ഔലിയ തളർന്നുപോയി. സൂഫിയാജിയോട് ശംസുൽ ഉലമ അടിച്ചിറക്കുക അവനെ. മറിയിൽ ആരാന്റെ കൂട്ടിലെ കോയി തിന്നാൻ നടക്കുന്ന കള്ള ഔലിയ ചമഞ്ഞവനാണ്, അടിച്ചിറക്കൂ അവനെ. അങ്ങനെ അവൻ അടി കിട്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിന്റെ അടുത്ത് ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മുസ്ലിം മംഗലല്ല, ചാത്തമംഗലമാണ്. അവിടെയുള്ള ഒരു സ്ഥലത്ത് കൂടാരം കെട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ ആരും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നില്ല. ഞാൻ രണ്ട് ചരിത്രം പറഞ്ഞത്, ആര് ഔലിയാണെന്ന് വലിയാണെന്ന് പഠിപ്പിച്ചതെന്ന് ശംസുൽ ഉലമയാണ്. ആര് വലിയല്ല എന്നും പഠിപ്പിച്ചതെന്നാണ് മഹാനായ ശൈഖ്. കേട്ടില്ലേ? ഇനിയിപ്പോ നമുക്കിവിടെ ചോദിക്കാനുള്ളത്, കുട്ടിയസൻ ദാരിമി ഇപ്പം ഈ സുഹാബിയുടെ വലിയ നേതാവാണ്. ആ സ്ഥിതിക്ക് രണ്ടു കൂട്ടരും ഇപ്പം ബായി ബായി ആകണ സമയത്ത് ഈ മീനങ്ങാടി സുലൈമാനെ കുരുവട്ടൂരുകൾ തള്ളുവോ? അല്ല ഷംസുലുമനെയാണോ തള്ളുക? ആരെ ഇപ്പൊ തള്ളുക? ആരെ കൊള്ളുക? അല്ല, ഈ കുട്ടിയസൻ ദാരിമി ഇത് പരസ്യം പ്രസംഗിച്ച ആളാണ്. മീനങ്ങാടി സുലൈമാൻ കള്ളനാണ് ഷംസുലുമ പറഞ്ഞിട്ടുണ്ടെന്ന്. ആ പറഞ്ഞ കുട്ടിയസൻ ദാരിമിനെയാണോ ഇനി സുഹാബികളും കുരുവട്ടൂരുകളും തള്ളുക അല്ലെ കൊള്ളുക? എന്താ ചെയ്യവിടെ? ഈ കുട്ടിയസൻ ദാരിമി ഇത് പരസ്യം പറഞ്ഞ സ്ഥിതിക്കുമ്പോൾ ആരെ നിങ്ങൾ സ്വീകരിക്കുക? മീനങ്ങാടി സുലൈമാനെ സ്വീകരിക്കണോ കുട്ടിയസൻ ദാരിമിനെ സ്വീകരിക്കുവോ? ആരെ ഇപ്പൊ സ്വീകരിക്കാന്ന് അറിയാൻ താല്പര്യമുണ്ട്.